ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു ഗായകനുമായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത്ത് ചിരണിക്കൽ. പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ സ്വദേശിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ട്രൂപ്പിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്താണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ കോർപ്പറേറ്റ് വരുമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോ അത് എഡിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നമുക്ക് രഞ്ജിത്തിലേക്ക് കിടക്കാം, വിശേഷം പറയാം. രഞ്ജിത്ത് അദ്ദേഹം പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്താണ്. ഹായ് രഞ്ജിത്ത്, നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? പ്രാക്ടീസ് നടക്കുന്നോ? ഇന്ന് പ്രോഗ്രാം എവിടെയാണ്? 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ഈ സംഗീതമായിട്ട് എന്ന് മുതലാണ് ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ടത്? 4 വർഷം ആയതുകൊണ്ട്. പക്ഷെ ഞാൻ കേട്ടിടത്തോളം നല്ല സൂപ്പർ ഗായകനാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം എൻ്റെ ചാനലിൽ കൂടി താങ്കളെ കൂടെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ. അത് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് ആദ്യം നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്നവർക്ക് കേൾക്കാൻ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഏതെങ്കിലും. പ്ലീസ്. ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന കുളവ് മൂടുന്ന ഒരഴകും ഞാനല്ലേ, കരളിലാടുന്ന കനൽ വീഴുന്ന ശലഭം ഞാനല്ലേ, കതിരവനെതിരിടമിടമുള്ള കിളിയുടെ ചിറകിലരികയാണ്. സൂപ്പർ സൂപ്പർ. പൊന്നും പൂവും കനീരച്ചാതും. ഈ പാട്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് പാടാൻ പറയുന്ന പാട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് രഞ്ജിത്തിനെ കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇനിയിപ്പോൾ രഞ്ജിത്തിൻ്റെ പൂർണ്ണമായ പേര്, അതുപോലെ നമ്മൾ പാടുന്ന ട്രൂപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും പറയാൻ. അതോടൊന്ന് പറഞ്ഞേക്കാം. ഞാൻ പാടുന്ന ട്രൂപ്പിൻ്റെ പേര് സ്വരരാഗം. ഞാൻ വരുന്നത് എൻ്റെ വീട് കൊടുമൺ പഞ്ചായത്തില് ചിരണിക്കലാണ് എൻ്റെ ശരിക്കും കുടുംബമുള്ളത്. ഞാനിപ്പം മാറിയാണ് താമസിക്കുന്നത്. വീടുകളൊക്കെ വെച്ച് മാറ്റി താമസിക്കുന്നു. എന്നാലും അറിയപ്പെടുന്നത് രഞ്ജിത്ത് ചിരണിക്കൽ എന്നുള്ള പേരിലാണ്. രഞ്ജിത്ത് ചിരണിക്കൽ. എല്ലാ ഭാവങ്ങളും നേരുവാണ്. ആദ്യമേ സത്യത്തിൽ നല്ലൊരു ഗായകൻ, നല്ല ശബ്ദമാണ് കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കും. അതുപോലുള്ള ശബ്ദമാണ്, അതുപോലുള്ള പാട്ടുകളുമാണ്. അതുപോലെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, പിന്നെ വൈഫ്, 2 കുട്ടികളുടെ അച്ഛനാണ്. കണ്ടാ പറയില്ല. ഇനിവേ അടുത്ത ഏത് പാട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളത്? അടുത്തത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ, നമുക്കിവിടെ കേരളത്തിൽ ഞാൻ കുറച്ചുകൂടെ വെളിയിലായിരുന്നു. തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു രാജേഷ് പുതുമന എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് പാടാനൊരു അവസരം തന്നു സ്റ്റേജിൽ ആദ്യമായിട്ട്. കേരളത്തിൽ വന്നിട്ട് ആദ്യം സ്റ്റേജിൽ പാടുന്ന പാട്ട് അതാണ്. ആ ഒരു പാട്ട് ഞാൻ പാടാം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി ആകാശക്കുമര ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി ആകാശക്കുമൂടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ. ഈ പാട്ടാണ് ആദ്യമായിട്ട് എനിക്കൊരു അവസരം കേരളത്തിൽ കിട്ടിയത്. അതിന് രാജേഷ് പുതുമന എൻ്റെ ഒരു ചേട്ടൻ്റെ കൂട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഗുരുനാഥനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഞാൻ നന്ദി അറിയിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ നമുക്ക് ആ ഒരു നന്ദിയും കൂടെ അറിയിക്കാൻ നമുക്ക് സാധിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടെ നേരത്തെ വെളിയിലായിരുന്നു അല്ലേ? എവിടെയായിരുന്നു വെളിയിൽ? UP-യിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു.
അവിടെ പിന്നെ ഓണപരിപാടി ക്രിസ്മസ് പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഫെസ്റ്റിവൽ പാട്ടൊക്കെ കേരളത്തിൽ ആ ഒരു പരിപാടി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ഒരു ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ സംഗീതമായിട്ട് കുറച്ചുകൂടെ അടുത്ത് അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ഭജനയ്ക്ക് ഇരുന്ന് ഞാൻ തബല വായിക്കാറ്. ഇവിടുന്ന് പാടുന്ന ആൾക്കാരും അവിടുന്ന് ഞാൻ തബല വായിക്കുന്നു. അത് കേട്ടാണ് ഞാൻ പഠിച്ചത്. അത് ശരി. ഒരു പാടുന്ന പഠിച്ച് രവിചേട്ടനുണ്ട്, തൃശ്ശൂരുകാരനാണ് രവിചേട്ടൻ. പുള്ളി പാടുന്ന കേട്ടു. അതിലൊക്കെ ഒരു കോട്ടയത്തുള്ള ഒരു അജിത്തേട്ടനുണ്ട്. അദ്ദേഹമാണ് ശരിക്കും ഞങ്ങളെയൊക്കെ പാട്ടോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പുള്ളിക്കും വളരെ നന്ദി പറയുന്നു. അദ്ദേഹത്തിന്റെ അനന്തരം ഒരു ചെറുക്കനുണ്ട്, ഞങ്ങളൊക്കെ കൊച്ചുമോന്ന് വിളിക്കുന്ന ബിബിൻ. അവനോട് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി. ഏത് പാട്ട് ഞാൻ പാടണമെന്ന് പറഞ്ഞാലും നീ പാടവിയാ, നീ കുളിക്കരുന്നു, ആ ഒരു സ്വഭാവം പോയാണ്. എന്റെ അടുത്ത കൂട്ടുകാരെന്ന് പറയും, ഞാൻ ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞാലും അവൻ എനിക്ക് പാടിത്തരും. ഇങ്ങനെ ആ പാട്ട് പാടുന്നത്. അവൻ അളിയനും ഈ പറഞ്ഞ കൊച്ചുമോനൊക്കെയാണ് ഒരു ഫീൽഡിൽ നിന്നത്. അതിനുശേഷമൊക്കെ അവരെയൊക്കെ കണ്ടാണ് ഞാൻ ഇങ്ങോട്ട്. അപ്പോൾ സംഗീതം ഇങ്ങനെ നമ്മൾ സ്വയമേ പാടി പഠിച്ച് വന്നതാണ് അല്ലേ ഈ കല? വെരി ഗുഡ്. എന്ന് വെച്ചാൽ സംഗീതം നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. അത് സത്യത്തിൽ താങ്കളുടെ പാട്ട് കേട്ടാൽ അങ്ങനെ ആരും പറയില്ല. ഇത് നമുക്കൊക്കെ ഇത്ര അതിശയമാണ് സത്യത്തിൽ. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക, അതിന് യാതൊരു സംശയമില്ല. ഇനി ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകട്ടെ. പിന്നെ അപ്പം നമുക്ക് ഇദ്ദേഹം ഇവിടെ പ്രാക്ടീസ് ചെയ്ത 1-2 വീഡിയോ നമ്മൾ എടുക്കും. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ചിലപ്പം കോപ്പിറൈറ്റൊക്കെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഉൾപ്പെടുത്തി നമ്മളെ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കണം. അതിനുശേഷം ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു ഗാനം ആലോചിക്കുക. പിന്നെ ഗാനങ്ങളൊക്കെ പാടുന്ന ഒരു ഞാനിപ്പോഴും ഫാസ്റ്റ് സോങ് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗായകനാണ്. അപ്പം ഇപ്പോഴും എനിക്ക് റിക്വസ്റ്റ് കിട്ടുന്ന ഫാസ്റ്റ് സോങ് പാടാനാണ്. അത് ശരി. എനിക്കിഷ്ടവും അത് തന്നെയാണ്. ആൾക്കാരെ ഇങ്ങനെ തുള്ളിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്ഥിരം പാടുന്ന ഒരു പാട്ട് തമിഴാണ്. പ്ലീസ് അത് പാടാം. അഴകിയ ലയല അവളി വള്ളത് സ്റ്റൈല സന്തത വേല ഇവ മന്മത പുയല അഴട പൂവിൻ മാനാടാ അഴകുക്ക് ഇവ തായ് നാടാ അഴകിയ ലയല അവളി വള്ളത് സ്റ്റൈല സന്തത വേല ഇവ മന്മത പുയല അഴട പൂവിൻ മാനാടാ പൊളിച്ചടിക്ക് പോനെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ ചാനലിൽ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. അദ്ദേഹത്തിൻ്റെ പേര് ഒന്നുകൂടെ ഓർക്കുക, രഞ്ജിത്താണ്. രഞ്ജിത്ത് ചിരണിക്കൽ, കൊടുമണ്ണാണ് സ്വദേശം, പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. വീണ്ടും ഇദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൂടി നമ്മളിതിൻ്റെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടിയിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ, കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ട്രൂപ്പിൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞോളൂ. ട്രൂപ്പിൻ്റെ പേര് സ്വരരാഗം എന്നാണ്. പത്തനംതിട്ടയാണ്. പത്തനംതിട്ട മൈലപ്പുറയിലാണ് എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ. പ്രോഗ്രാം നിങ്ങളുടെ പാർട്ടി വെക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക പ്ലീസ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം രഞ്ജിത്ത്, കാണാൻ കഴിഞ്ഞതിലും കേൾക്കാൻ കഴിഞ്ഞതിലും. അപ്പം നമ്മുടെ ചാനലിൽ കൂടെ വീണ്ടും നമ്മൾക്ക് ഒന്നിക്കാം. പ്ലീസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.